ടോബി, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം. പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് പ്രവർത്തകർ. അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ചികിത്സാ പിഴവിനെ തുടർന്നുള്ള സംസ്ഥാനത്തുണ്ടായ പരാതികൾ ഉയർത്തി ആരോഗ്യമന്ത്രിക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുകയായിരുന്നു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് ഒരിടവേള ആ പ്രതിഷേധങ്ങൾക്കുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, എവിടേക്കാണ് പ്രതിഷേധ മാർച്ച്? ജലപീരങ്കി പ്രയോഗമൊക്കെ കഴിഞ്ഞ് പോലീസുമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ് പ്രവർത്തകർ. മെഡിക്കൽ കോളേജിലേക്കാണ്, തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത്. അവർ അല്പസമയം മുൻപ് വലിയൊരു പ്രതിഷേധ പ്രകടനവുമായി എത്തി ബാരിക്കേഡ് തള്ളി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അതിനുശേഷം പോലീസുമായി വലിയ തോതിലുള്ള വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. പക്ഷേ പോലീസ് ജലപീരങ്കി പ്രയോഗം ഒരു 3 തവണയോളം ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയായിരുന്നു. ശേഷമാണ് ഇപ്പോൾ പോലീസുമായുള്ള ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പോലീസ് അവരെ പരമാവധി ബലം പ്രയോഗിച്ച് ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് മുളങ്ങുന്നത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. ബലം പ്രയോഗിച്ച് പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ല. ബലം പ്രയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതാണ്ട് 50-ലധികം 100-ലധികം വരുന്ന പോലീസുകാർ ഈ സമരത്തെ നേരിടാനായി ഈ പ്രദേശത്ത് തന്നെ ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പോലീസ് പരമാവധി ശ്രമങ്ങൾ പാലിക്കുകയാണ്. അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് തൃശ്ശൂരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബലപ്രയോഗം. മുമ്പ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചതാണ്. അതിനുശേഷം പ്രവർത്തകരും പോലീസും തമ്മിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയെ ചെറുക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയാണ് പ്രതിഷേധം. സംസ്ഥാനത്ത് തുടർച്ചയായ ചികിത്സാ പിഴവ് പരാതികൾ അതുന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസത്തെ കണ്ണൂരിലെ സംഭവവികാസങ്ങളെ തുടർന്ന് ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് ഒരു ഇടവേള ഇന്നലെ ഒന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതല്ല. പക്ഷേ ഇത് വീണ്ടും യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമൊക്കെ ആദ്യം നടന്നു. അതിൽ ജലപീരങ്കി പ്രയോഗമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ആ ബലം പ്രയോഗിച്ച് നീക്കുന്നതിനെ ചെറുക്കുകയാണ് പ്രവർത്തകർ. പോലീസ് വാഹനത്തിലേക്ക് കയറാൻ കൂട്ടാക്കാതെയുള്ള പ്രതിഷേധം അവിടെ നടക്കുകയാണ്. പോലീസുമായി അവിടെ ഉന്തും തള്ളും തുടരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ, ശ്രീജിത്ത്, ഈ സംഘർഷത്തിന് ഒരു അയവ് വന്നോ? പോലീസ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയോ? പോലീസ് പ്രവർത്തകരെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഘർഷത്തിന് താൽക്കാലികമായ ഒരു അയവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. പോലീസ് പ്രവർത്തകരെ ഇപ്പോൾ അവിടുന്ന് പൂർണ്ണമായും നീക്കുകയാണ്. വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട്. അവരെ അവിടെ നിന്ന് പോലീസ് ബലപ്രയോഗത്തിൽ തന്നെയാണ് നീക്കം ചെയ്യുന്നത്. പക്ഷേ 50-ലധികം വരുന്ന പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ തന്നെ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പോലീസിന് ബലം പ്രയോഗിക്കാതെ മറ്റു മാർഗങ്ങളില്ല. പോലീസ് വളരെ ബലം പ്രയോഗിച്ച് തന്നെ വനിതാ പോലീസുകാരടക്കം ഉണ്ട്. അവർ ബലം പ്രയോഗിച്ച് തന്നെ ആണ് ഈ ഒരു ഘട്ടത്തിൽ പ്രവർത്തകരെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അംഗബലമുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയിലെ ആകെ പ്രവർത്തകരുണ്ട്. ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ്. മുൻ DCC പ്രസിഡന്റും ഇപ്പോൾ ഇവിടുത്തെ KPCയുടെ ജനറൽ സെക്രട്ടറിയുമായ ജോസ് വള്ളൂരാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രവർത്തകൻ നിലത്ത് വീഴുന്ന ഒരു സാഹചര്യം വരെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. ബലം പ്രയോഗിച്ച പ്രവർത്തകനെ പോലീസ് നീക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ തന്നെ കുത്തിയിരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളിലെ അനാസ്ഥ, സംസ്ഥാന വ്യാപകമായ ആരോഗ്യവകുപ്പിന്റെ പരാജയം, ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒരു മാർച്ച്, ഒരു വനിതാ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റിന് വഴങ്ങുന്നുണ്ട്. സംഘർഷത്തിന് താൽക്കാലികമായ ഒരു അയവ് വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ നമുക്കറിയാം കൃഷ്ണമണി നീക്കം ചെയ്തതിനെ തുടർന്ന് യുവാവിന് കാഴ്ച നഷ്ടപ്പെട്ട സംഭവം പരാതിയും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തൃശ്ശൂരിലെ
മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഏതാനും ചില പ്രവർത്തകരെ നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരെ കാണാം. വനിതാ പ്രവർത്തകരെ നീക്കാൻ വനിതാ പോലീസ് തന്നെ എത്തുന്നു. പല റൗണ്ട് തൃശ്ശൂരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.